അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷങ്ങൾ? സുഖമല്ലേ? എല്ലാവരും പെരുന്നാളൊക്കെ സുഖമായിട്ട് സന്തോഷമായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് ചെറിയൊരു വീഡിയോസ് കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കണം. ഈ പെരുന്നാൾ പറയണത് എല്ലാവർക്കും ആഘോഷിക്കാനുള്ളതാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കണ മാതിരി കുടിലുള്ളിൽ ഒതുങ്ങിയിരുന്നങ്ങാണ്ട് ചെയ്യണമെന്ന് വിചാരിക്കണ സൈസൊന്നുമല്ല. പെരുന്നാൾ ആഘോഷിക്കണം. ഞാൻ ആഘോഷിക്കണമെന്ന് കാണിച്ചു തരാം. അല്ലാതെ നിങ്ങളെ മാതിരി ആരെങ്കിലും ഇങ്ങനെ പെരുന്നാൾ ആഘോഷിച്ചോ? അല്ലാത്ത സാധനങ്ങൾ മനുഷ്യനെ പെരുന്നാൾ ആഘോഷിച്ചാനും വിടൂല. എത്ര ദിവസമായി പെരുന്നാൾ ആഘോഷിച്ചാൻ തുടങ്ങിയിട്ട്? ആരെങ്കിലും അതൊന്ന് സമ്മതിക്കണ്ടോ പെരുന്നാൾ ആഘോഷിക്കാൻ? ഒരാഘോഷത്തിന് മനുഷ്യന്മാർ വിടൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പം എന്താ ചെയ്യുക? ആഘോഷിക്കണ്ടേ? അങ്ങനെ ആഘോഷിക്കണം പെരുന്നാളൊക്കെ. കണ്ട, ഇതാണ് ആഘോഷം. കയ്യിലൊക്കെ മുഴുവൻ മൈലാഞ്ചിയൊക്കെ ഇട്ട് കണ്ടോ. ഇതൊക്കെ ഒരു തമാശയായിട്ട്, ഒരു ജോക്കായിട്ട്, ഒരു നേരം പോക്കായിട്ടൊക്കെ എടുക്കുകയാണ് പാവം. അത് നമ്മളെ പോലത്തെ മനുഷ്യന്മാർ വന്ന് കുറ്റം പറഞ്ഞാൽ എന്താ ചെയ്യുക? അതൊക്കെ ഒരു തമാശയായിട്ട് എടുക്കണ്ടേ? എങ്ങനെ മനുഷ്യന്മാർ ഈ പറയണ മാതിരി തന്നെ ഇന്നെ കൊണ്ട് കഴിയൂല, നിങ്ങളെ കൊണ്ടും കഴിയൂല. അപ്പോൾ കഴിയണവരെ നിങ്ങളെന്തിനാ കുറ്റം പറയാൻ നിൽക്കണ്? ആഘോഷിക്കണവർ ആഘോഷിക്കട്ടെ എന്ന്, അതല്ലേ നല്ലത്. നിങ്ങൾ വല്ലാത്ത സാധനങ്ങൾ തന്നെ കേട്ടോ. ഒരു മനുഷ്യന്മാരെ ഒരു പെരുന്നാൾ ആഘോഷിക്കാൻ ഇതിനായിട്ട് സമ്മതിച്ചില്ല. നിങ്ങൾ ആഘോഷിക്കുമോ? അതോട്ട് ചെയ്യൂല. വല്ലാത്ത സാധനങ്ങൾ. ഹൈ, വല്ലാത്ത ജാതികൾ. എന്താ അതൊക്കെ ചെയ്യുക? പിന്നെ നമുക്ക് വേറൊരാഘോഷം കാണാം അല്ലേ? ഇങ്ങനെയൊക്കെ ആഘോഷിക്കാൻ നിങ്ങളെ കൊണ്ട് വയ്ക്കുമോ? ഇതാണ് ആഘോഷം. ഇതല്ലേ ആഘോഷം? നിങ്ങളെങ്ങനെ ആഘോഷിക്കൽ? ഇതൊക്കെ ഒരു നേരം പോക്ക്. അതോ ഇങ്ങനെയൊക്കെ ആയ എന്താണെന്ന് വെച്ചെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടും. അത് മനസ്സിലാക്കിക്കൂടെ നിങ്ങൾക്ക്? എന്തോ ഒരു ചുറുക്കാണത് കാണാൻ. ഇനി ഒന്നും കൂടി കണ്ടോളി, പൂതി ഏറുന്നിട്ടില്ലെങ്കിൽ. അതാ കണ്ടാ, നല്ല ഡാൻസും പാട്ടും ഈ ചട്ടി വെച്ചിട്ടുള്ളതൊക്കെ ആരാ കാട്ടിത്തരും നിങ്ങൾക്ക്? വേറെ ആരെങ്കിലും കാട്ടിത്തരുമോ? അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാതിരുന്നോടെ. പഠിച്ചോനെ പാവം, അതൊന്ന് നേരം പോക്കിന് വേണ്ടി ആഘോഷിച്ചാൽ വന്നപ്പോൾ അതിനെ പച്ചക്ക് തിന്ന മനുഷ്യന്മാർ. ഞാൻ ഇനിയിപ്പോൾ എന്താപ്പം അതിനെപ്പറ്റി പറയാം? ഒന്നും പറയാല്ല. എനിക്കതായാലും സമ്പൂർണ്ണ തൃപ്തി ആയിക്കണം. ഞാൻ ഇതേമാതിരി തന്നെ 36 ഡാൻസും പാട്ടൊക്കെ ഞാനും കൊടുത്തിട്ട് ഓരോ വീഡിയോ ചെയ്യുക. എന്താ വെച്ചെങ്കിൽ ഞാൻ കുറ്റം പറഞ്ഞു കണ്ടെന്നല്ല, 36 അത് ചെയ്യണത് എൻജോയ് ചെയ്യാണ്. എല്ലാ മനുഷ്യന്മാരും ഒരേമാതിരി അല്ല എൻജോയ് ചെയ്യുക. പലവരും പല രൂപത്തിലാണ് എൻജോയ് ചെയ്യുക. അപ്പോൾ ഈ ആൾക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ സാധാരണ എല്ലാവരും ഈ പ്രായത്തിലുള്ളവർ എൻജോയ് ചെയ്യണ മാതിരി അല്ല എൻജോയ് ചെയ്യണത്. ഇങ്ങനെയാണ് എൻജോയ് ചെയ്യുക. അപ്പോൾ അത് കാണാൻ ഇഷ്ടമുള്ളവർ കാണുക, സബ് ചെയ്യുക, ഇഷ്ടമുള്ളവർ സബ് ചെയ്യുക. പ്രോത്സാഹനം കൊടുക്കണവർ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടതല്ലേ എത്ര ഇതുണ്ടാകുന്ന ആദ്യത്തെ ചാനൽ തന്നെ. ഇഷ്ടംപോലെ ആൾക്കാർ എന്നെ പോലത്തോലൊന്നും ലൈവ് ഇട്ടാൽ, വീഡിയോ ഇട്ടാൽ അതൊന്നും കാണാൻ ആളില്ല. ഇങ്ങനത്തെയൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ കാണാനും പ്രോത്സാഹനം നൽകാനൊക്കെ ഉണ്ട്. ഏതായാലും അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു അവർക്കും നമ്മൾക്ക് എല്ലാവർക്കും പുറത്തു തരട്ടെ. അസ്സലാമു അലൈക്കും. വീണ്ടും കാണാം.